ഹായ് ഹലോ, എല്ലാവർക്കും സെന്റ് പാട്രിക് ഡേയുടെ ആശംസകൾ. അപ്പം നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഇന്ന് നമ്മൾ സെന്റ് പാട്രിക് ഡേ ആചരിക്കുകയാണ് അല്ലെങ്കിൽ ആഘോഷിക്കുകയാണ് അല്ലെ. ആരാണ് ഈ സെന്റ് പാട്രിക്? സെന്റ് പാട്രിക് എന്ന് പറഞ്ഞത് പാട്രൺ സെയിന്റ് ഓഫ് അയർലൻഡിന്റെ പാട്രൺ സെയിന്റ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. പക്ഷെ മിക്ക രാജ്യങ്ങളിലും ഇന്ന് സെന്റ് പാട്രിക് ഡേ ആഘോഷിക്കാറുണ്ട്. അയർലൻഡിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ മിക്ക രാജ്യങ്ങളിലേക്കും ആ ഒരു ആഘോഷം നമ്മൾ പടർന്നു പോയിട്ടുണ്ട് അല്ലെ. അപ്പം നമ്മൾ കാണുന്നതാണ് സെന്റ് പാട്രിക് ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? സെന്റ് പാട്രിക് എന്ന് പറഞ്ഞ ഒരു വ്യക്തി നമ്മൾ UK-ലാണ് ജനിച്ചത്. ആ UK-ല് വളരെ ചെറുപ്പത്തിൽ തന്നെ ഐറിഷിന്റെ ആക്രമികള് UK-ന്ന് ഒരു അടിമയായിട്ട് അയർലൻഡിലേക്ക് പിടിച്ചുകൊണ്ടുപോയി. അങ്ങനെ അയർലൻഡിൽ അടിമയായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്നത് എന്ന് വെച്ചാൽ കൂടുതൽ ആടുകളെ മേയ്ക്കുന്ന ജോലിയായിരുന്നു സെന്റ് പാട്രിക്കിനെ ഏൽപ്പിച്ചിരുന്നത്. അയർലൻഡിലുണ്ടായിരുന്ന ഒരു അക്രമികള് ഏൽപ്പിച്ചിരുന്ന ജോലി അടിമയായിട്ടിരുന്നപ്പോൾ. അങ്ങനെ ആ ഒരു അടിമയായിട്ട് അയർലൻഡിൽ ജോലി ചെയ്ത് ഇരുന്ന സമയങ്ങളിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈശോയോട് കൂടുതലായിട്ട് പ്രാർത്ഥിക്കാനും കൂടുതലായിട്ട് അടുക്കാനൊക്കെ ആയിട്ട് സെന്റ് പാട്രിക്കിന് സാധിച്ചു. അങ്ങനെ ഒത്തിരി ഒരു ദൈവവിശ്വാസത്തിൽ ഒരു അടിയുറച്ച ഒരു വിശ്വാസത്തിലേക്ക് ആ ഒരു കഷ്ടപ്പാടിന്റെ ദുരിതത്തിന്റെ കാലഘട്ടങ്ങളിൽ സെന്റ് പാട്രിക്കിന് സാധിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് നാളുകൾക്ക് ശേഷം അവിടുന്ന് ഒളിച്ചോടി തിരിച്ച് UK-ലോട്ട് തന്നെ ആള് തിരിച്ചുപോയി. അപ്പം UK-ലെ ലണ്ടനിലായിരുന്നു ആള് ജനിച്ചത്. അങ്ങനെ തിരിച്ചു പോയി കഴിഞ്ഞിട്ട് കുറച്ച് നാളുകൾക്ക് ശേഷം സെന്റ് പാട്രിക്കിന് ഒരു ഉൾവിളി ഉണ്ടായി, ഒരു മിഷണറി ആയിട്ട് അയർലൻഡിലേക്ക് പോണെന്ന്. അങ്ങനെ സെന്റ് പാട്രിക്ക് തിരിച്ച് അയർലൻഡിലേക്ക് വന്ന് ക്രിസ്തീയ വിശ്വാസത്തെ കുറിച്ച് പ്രചരിപ്പിക്കാനായിട്ടും ക്രിസ്തുവിനെ കുറിച്ചൊക്കെ പഠിപ്പിക്കുവാനൊക്കെ ആയിട്ട് തുടങ്ങി. അങ്ങനെയാണ് ഐറിഷ് കൺട്രി എന്ന് പറയുന്നത് കാത്തലിക് കൺട്രി ആയിട്ട് മാറിയത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പം കൂടുതലായിട്ട് നമ്മൾ ഗ്രീൻ ഉടുപ്പ് ഇടുന്നതിനെ കുറിച്ച് കേൾക്കാറുണ്ട് അല്ലെ. അതെന്താണെന്ന് അറിയാവോ? അന്ന് സെന്റ് പാട്രിക്ക് ത്രിത്വത്തെ വിശേഷിപ്പിക്കാനായിട്ട് ഉപയോഗിച്ചത് ഷാട്രോക്ക് എന്ന് പറഞ്ഞ ഒരു ഇലയായിരുന്നു. ആ ഇല എന്ന് പറയുന്ന ഒരു ഇതളിൽ ഇങ്ങനെ 3 തണ്ടുകളുള്ള ഒരു ഇലയാണ്. ആ ഇലയെ ഉപയോഗിച്ചാണ് ത്രിത്വത്തെ സെന്റ് പാട്രിക്ക് രാജ്യത്തിലുള്ളവർക്ക് പറഞ്ഞു കൊടുത്തിരുന്നത്. അതായത് ദൈവം, പുത്രൻ, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നുള്ള ആ ത്രിത്വത്തെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ആ 3 ഇലകളുള്ള ഇതളുകളുള്ള ഇലയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ആ ഒരു അതിനെ ഒരു സിമ്പൽ ആയിട്ടാണ് പിന്നീട് അത് തന്നെ ഒരു സിമ്പലായി മാറുകയും അതുപോലെ തന്നെ ഗ്രീൻ കളറ് കൂടുതലായിട്ട് വരികയും ചെയ്തത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം സെന്റ് പാട്രിക് ഡേയില് നമ്മൾ കൂടുതൽ പാമ്പുകളുടെ ഒരു ഇതിനെ കുറിച്ച് കാണുന്നുണ്ട് അല്ലെ. പാമ്പുകളുടെ കുറിച്ച് എന്താ പറയുന്നത്? പാമ്പുകൾ ആ ഒരു രാജ്യത്ത് ഇല്ലാത്ത ഒരു അവസ്ഥയാണ്. ഐറിഷ് രാജ്യത്ത് നമ്മളെ കടിക്കുന്ന ഒരു പാമ്പുകളോ അല്ലെങ്കിൽ നമ്മളെ ഉപദ്രവിക്കുന്ന ഒരു പാമ്പുകളോ അല്ലെങ്കിൽ ഒരു ചെറിയ ജീവികൾ പോലുമില്ല. ഏത് പാതിരാത്രിക്ക് വേലും ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് കാട്ടിലൂടെയോ എവിടെ വേണമെങ്കിലും നടക്കാം. ഞാൻ അയർലൻഡിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു അത്. നമുക്കൊരു പാമ്പുകളൊന്നുമില്ല, എവിടെ വേണേലും പോകാന്നുള്ളത് അതൊരു നല്ലൊരു കാര്യമാണ്. പക്ഷെ അത് സംഭവിച്ചതും ഇതുപോലെ തന്നെ സെന്റ് പാട്രിക്കിന്റെ മാധ്യസ്ഥവും പ്രാർത്ഥന മൂലമാണ് അങ്ങനെ ഒരു സംഭവം വന്നതെന്ന് പറയുന്നത്. അപ്പം ഈ ഒരു സെന്റ് പാട്രിക് ഡേ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഇതുപോലെ ഒരു ദുഷ്ടാരൂപികളും അല്ലെങ്കിൽ ഒരു ദുഷ്ടശക്തികളും ഒന്നും നമ്മളെ ഉപദ്രവിക്കാനായിട്ടോ അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവർക്ക് ഒരു ഉപദ്രവമായി മാറാനോ ഒന്നും ആവാതെ ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാനൊക്കെ ആയിട്ട് ഒരു പരസ്പര സന്തോഷത്തിന്റെയും സ്നേഹത്തിന്റെയും ഒരു കൾച്ചർ മിക്സിന്റെയും ഒക്കെ ആയിട്ടുള്ള ഒരു ആഘോഷമായിട്ടൊക്കെയാണ് എല്ലാ രാജ്യങ്ങളിലും ഇത് ഗ്രീൻ ഡ്രസ്സുകളൊക്കെ ധരിച്ച് മിക്ക രാജ്യങ്ങളിലും സെന്റ് പാട്രിക് ഡേ ആഘോഷിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും സെന്റ് പാട്രിക് ഡേയുടെ എല്ലാ ആശംസകളും അർപ്പിക്കുന്നു. അതുപോലെ തന്നെ സെന്റ് പാട്രിക്കിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും എന്നെ കേൾക്കുന്ന എല്ലാ വ്യക്തികൾക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു. വീണ്ടും വേറൊരു വീഡിയോ കാണുന്നുണ്ട്. ബൈ.